മുൻപ് കൃത്രിമ പാരുകൾ സ്ഥാപിച്ച ആഴക്കടലിലെ കാഴ്ചയാണിത്. അയലയും ശീലാവും പാരയും അലങ്കാര മത്സ്യങ്ങളും നീന്തി തുടിക്കുന്ന കടലാഴം. തുറമുഖത്തിന്റെ നിർമ്മാണത്തോടെ തെറ്റിയ വിഴിഞ്ഞം കടലിലെ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കാനാണ് ശ്രമം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചാകരക്കാലം സൃഷ്ടിക്കാനാണ് പദ്ധതി. 30% മത്സ്യസമ്പത്ത് വർധന ഉണ്ടാകുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീരത്ത് നിന്ന് വളരെ അടുത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പെട്ടെന്ന് മത്സ്യം പിടിക്കാൻ കഴിയും, കൂടുതൽ ക്യാച്ച് കിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത് വിജയിപ്പിക്കാനാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൊഴിയൂർ മുതൽ വർക്കല വരെയുള്ള 42 മത്സ്യഗ്രാമങ്ങളിലായി 6300 കൃത്രിമ പാരുകളാണ് നിക്ഷേപിക്കുന്നത്. ഇത്തരം പാരുകൾ മീൻകൂട്ടത്തെ ഇവിടേക്ക് ആകർഷിക്കും. 3 മാസത്തിനു ശേഷം മീൻപിടുത്തം തുടങ്ങാം. മുടിവുളുകൾ നശിച്ചു പോകാതിരിക്കാൻ GPS സഹായത്തോടെ സ്ഥാനനിർണയം നടത്തിയാണ് ഇവ അടിത്തട്ടിൽ സ്ഥാപിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.